ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുമല്ലോ, വിഷു. ഇന്നാണ് കേട്ടോ നമ്മുടെ വിഷു. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കണിയൊക്കെ കണ്ടിട്ട് പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ പടക്കമാണ് മെയിൻ. അപ്പോൾ കുട്ടികൾ നീച്ചിട്ടില്ല, അവരെ ഇനി നീപ്പിക്കണം. അപ്പോൾ എന്തായാലും പടക്കം പൊട്ടണ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവർ നീച്ചോളൂ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ കിച്ചു ആ സൗണ്ടൊക്കെ കേട്ട് കിച്ചുവിനൊരു വിളി വിളിച്ചപ്പോൾ തന്നെ കിച്ചു വേഗം നീച്ചു കേട്ടോ. പടക്കം പൊട്ടണ സൗണ്ടൊക്കെ കേട്ടപ്പോഴേ ആൾക്ക് ഉഷാറായി. അങ്ങനെ അവൻ വന്ന് അവനെ കണിയൊക്കെ കാണിച്ചു കേട്ടോ. അതിനുശേഷം നമ്മുടെ തുമ്പിക്കുട്ടീനെ അമ്മ പോയിട്ട് എടുത്തിട്ട് വന്ന കാരണം അവൾ നല്ല വാശി പിടിക്കുകയായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നു ഉറക്കം മതിയാവാതെ. അവൾക്ക് കണിയും വേണ്ട, പടക്കവും വേണ്ട, ഒന്നും വേണ്ട, അവൾക്ക് കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഏട്ട അവളുടെ വാശിയൊക്കെ ഒന്ന് മാറ്റി വീണ്ടും അവളെ അച്ഛൻ്റെ അടുത്ത് പോയി കടന്നു കേട്ടോ. എന്നിട്ട് ഏട്ട അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് അങ്ങനെ എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. കരച്ചിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവളെ ഉറങ്ങണ സമയത്ത് ഉണർത്താതെ അമ്മ അങ്ങനെ പോയിട്ട് എടുത്തു കേട്ടോ. അതാണ് അവൾക്ക് അത്ര വാശി പിടിക്കാനായിട്ട് കാരണം ഉണ്ടായത്. അങ്ങനെ പിന്നെ അവർ രണ്ടുപേരും കണി കണ്ടു കേട്ടോ. അച്ഛനും മകളൊക്കെ കണി കണ്ടിട്ട് ഞാനിവിടെ വീഡിയോ എടുത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മമ്മയും എല്ലാവരും നീച്ചിട്ടുണ്ട്. മറ്റൊരു രണ്ടാളും പുറത്ത് പൊരിഞ്ഞ പടക്കം പൊട്ടിക്കലാണ് കേട്ടോ. അവിടെ പിന്നെ പടക്കമാണല്ലോ മെയിൻ. അപ്പോൾ ഏട്ടൻ നീച്ചു വിടുമ്പോൾ തന്നെ തുമ്പിക്കുട്ടിക്ക് അതിന് ഒരു തുട്ടെടുത്ത് കൊടുത്തു കേട്ടോ, കൈനീട്ടം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഇന്നലെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് പുലർച്ചാകുമ്പോൾ കത്തിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 5 മണി ആ ഒരു ടൈമൊക്കെയാണ്. അപ്പോൾ അമ്മ ഞങ്ങൾ വിളിച്ചുണർത്തി കേട്ടോ. ഈ നേരത്തെ ഞാനൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാകുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഓർമ്മയൊന്നുമില്ല. അങ്ങനെ ബോധമില്ലാതെ കടന്നുറങ്ങിയിട്ടൊക്കെ ഇന്നലെ രാത്രി എഡിറ്റ് ചെയ്തിട്ടും കണിയൊക്കെ ഒരുക്കിയിട്ടൊക്കെ കടന്നുറങ്ങിയപ്പോൾ തന്നെ 11 മണി 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം ഉറങ്ങി കേട്ടോ. അപ്പോൾ അമ്മ വിളിച്ച് നീപ്പിച്ച കാരണം കൊണ്ടാണ് കേട്ടോ ഈ നേരത്തെങ്കിലും നീച്ചത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നീക്കില്ലായിരുന്നു ഞാൻ. അങ്ങനെ നീച്ചിട്ട് പിന്നെ ഞങ്ങൾ റോട്ടിക്കാണ് കേട്ടോ പോയത് പടക്കം പൊട്ടിക്കാൻ. കാരണം നമ്മുടെ ഉമ്മറത്ത് സ്ഥലമില്ല, മണലും ഒക്കെ കാരണം കൊണ്ട് സ്ഥലമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റോട്ടിൽ പോയിട്ടാണ് പടക്കം പൊട്ടിക്കണത്. സകല ആൾക്കാരും നീച്ചിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തുനിന്നും പടക്കം പൊട്ടുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ മാത്രമൊന്നും അല്ല കേട്ടോ. അപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇന്നലെ തന്നെ ഒരുപാട് പൊട്ടിച്ച കാരണം കൊണ്ട് തന്നെ ഇന്നേക്ക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കിച്ചുവിനാണെന്നുണ്ടെങ്കിലോ മേശപ്പൂ കത്തിക്കണേന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹം പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ ആ ആഗ്രഹം അങ്ങോട്ട് തീർത്തു കൊടുത്തു. ഞാൻ കൈ പിടിച്ചിട്ട് അവന് മേശപ്പൂ കത്തിച്ചു കേട്ടോ. അപ്പോൾ അവന് നല്ല സന്തോഷമായി. അവൻ കത്തിച്ചതാന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പേടിയാണ് കേട്ടോ, തീയിലുള്ള കളിയല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു പേടി. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ അകത്ത് കയറി ഒന്ന് കൈനീട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി വന്നിരിക്കാൻ കേട്ടോ. പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു, എല്ലാതും അവസാനിച്ചു കേട്ടോ. ഇനി ഒന്നുമില്ല പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും തുമ്പിക്കുട്ടിക്ക് കൈനീട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ ഞാനും കൈനീട്ടം കൊടുത്തു, ഏട്ടനും കൈനീട്ടം കൊടുത്തു, കിച്ചുവിനും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു കേട്ടോ. പിന്നെ പൈസ കിട്ടിയപ്പോൾ അവർ മിഠായി മേടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അമ്മമ്മയുടെ വകയാണ് കേട്ടോ അടുത്തത്. എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പ്രാവശ്യത്തെ വിഷു ഇപ്പം എന്തായാലും ഇവിടെ ആയി. അറിയാമല്ലോ, നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷു അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വിഷുവൊക്കെ ആഘോഷിച്ച് ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് ഇങ്ങോട്ട് വരാറുള്ളൂ കേട്ടോ. ഈ പ്രാവശ്യം പിന്നെ ഫുള്ള് ഇവിടെ തന്നെ ആയി കേട്ടോ. എല്ലാ പ്രാവശ്യവും ഒരുപോലെ ആയാൽ പോരല്ലോ, വല്ലപ്പോഴും ഒരു ചേഞ്ചൊക്കെ വേണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ വിഷു ഇവിടെ അങ്ങോട്ട് ആഘോഷിച്ചു കേട്ടോ ഞങ്ങൾ. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു വിഷു തന്നെയാണ്. പിന്നെ കൂടുതൽ റിലേറ്റീവ്സും കാര്യങ്ങളൊന്നും വരാനില്ല, ഞങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും പ്രതീക്ഷിക്കണമൊന്നുമില്ല കേട്ടോ. പിന്നെ വല്യച്ഛനും വല്യമ്മ അവർ തന്നെ വരുള്ളൂ. ഈ പ്രാവശ്യം അവരും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കുഞ്ഞു വിഷുവാണ് ഈ വർഷത്തേന്ന് പറയണത്. പിന്നെ ഏട്ടൻ എല്ലാവർക്കും കൈനീട്ടം കൊടുത്തു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടയൊക്കെ ഇരുന്ന് കഴിച്ചു. ഇത് ഉണ്ടാക്കണമൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അടയൊക്കെ ഞാനാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ അടയൊക്കെ ഇരുന്ന് കഴിച്ചു. അതിനുശേഷം പിന്നെ ഫുഡ് വയ്ക്കാനുള്ള സദ്യക്കുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം തേങ്ങയാണല്ലോ മെയിൻ. തേങ്ങ ഇരുന്ന് ചിരകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ ഞാൻ തേങ്ങ ചിരകൽ. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള പണി തേങ്ങ ചിരകലായിരിക്കും കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഓരോ പണിയിൽ തന്നെയാണ് കേട്ടോ. അമ്മമ്മയും എല്ലാവരും ഓരോ പണിയിലാണ്. ഓരോ എന്താ പറയുക, പുറത്തുള്ള പണികളും പിന്നെ സദ്യക്കുള്ള കാര്യങ്ങളും. അങ്ങനെ സദ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് കറികളുള്ള സദ്യ ഒന്നല്ല കേട്ടോ. ചെറിയൊരു കുഞ്ഞ് സദ്യ. നമ്മൾ സാധാരണ ഇപ്പോൾ എന്തൊക്കെ വെക്കുക, ചോറ്, സാമ്പാർ, ഉപ്പേരി, പപ്പടം, അച്ചാർ, അവിയൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് കേട്ടോ. അല്ലാതെ കുറേ ഐറ്റംസ് ഉള്ള വലിയ ഗംഭീര സദ്യ ഒന്നുമല്ല കേട്ടോ, ഒരു കുഞ്ഞ് സദ്യ. അങ്ങനെ അമ്മൂനെ ഞാൻ വേഗം തേങ്ങ ചിരകൽ അങ്ങോട്ട് ഏൽപ്പിച്ചു. അതിന് ശേഷം ഞാൻ ഉപ്പേരിക്കുള്ള ക്യാബേജാണ് കേട്ടോ ഉപ്പേരി വയ്ക്കണം. അപ്പോൾ അതിനുള്ളത് അരിയാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവളെ വേഗം ഏൽപ്പിച്ചു കേട്ടോ. അവളാണെങ്കിൽ അങ്ങോട്ടും കൂടെ തിരിഞ്ഞുകൊണ്ട് നടക്കാണ് കേട്ടോ. അവൾക്ക് തേങ്ങ ചിരകാനൊന്നും ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. അല്ല, ഈ ഒരു പണി ആർക്കും ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും.
പക്ഷേ ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ ഉപ്പേരിക്കുള്ളത് അമ്മ അരിയാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിരുന്ന് അരിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്നും ഒന്നും വെക്കണമൊന്നുമില്ല കേട്ടോ, കറികളൊന്നും ഞാനൊന്നും വെക്കണില്ല, എല്ലാം ഹെൽപ്പ് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വെക്കലൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ. ഇന്ന് പിന്നെ അമ്മയ്ക്ക് ലീവായ കാരണം കൊണ്ട് പിന്നെ കുഴപ്പമില്ല, എല്ലാതും ആൾ ചെയ്തോളും. നമ്മുടെ മണ്ടയ്ക്കൊന്നും വരില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു മുക്കിൽ പോയി ഇരുന്നാൽ മതി കേട്ടോ. ഞാൻ കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എഡിറ്റ് ചെയ്തിട്ട് ഷോർട്സിനുള്ളത് പോസ്റ്റ് ചെയ്യലും അങ്ങനെ. പിന്നെ നമ്മുടെ ഇവിടെ നെറ്റ്വർക്കിന് നല്ല സ്ലോ ആണ് കേട്ടോ, ഒടുക്കത്ത സ്ലോ ആണ്. ഇപ്പോൾ വെച്ചാലും 2 മണിക്കൂറിന് ശേഷം എനിക്ക് കയറുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള കാരണം കൊണ്ട് എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഷോർട്സ് പിന്നെ കുഴപ്പമില്ല, ലോങ് വീഡിയോ കയറാൻ വേണ്ടി നല്ല പണിയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ അതിന് ശേഷം ഫുഡൊക്കെ ആയി, ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഇലയൊക്കെ ഇട്ടിട്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇരിക്കുന്നുണ്ട്. കിച്ചു തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ വെറുതെ വാശി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് കസേരയിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാവരും താഴെ ഇരിക്കുമ്പോൾ അവൾ മാത്രം കസേരയിൽ ഇരുന്ന് എങ്ങനെ ശരിയാവാനാ. അങ്ങനെ അത് ഞാൻ സമ്മതിക്കാത്ത കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങണം എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കേട്ടോ, കുറേ നേരം കിടന്നുറങ്ങി. അതിന് ശേഷം പായസം വെച്ചിട്ടുണ്ടായിരുന്നു. പായസം എന്ന് വെച്ച് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ. അടുക്കളയിൽ പോയി നോക്കിയുണ്ട് പായസമൊക്കെ ഇരിക്കണം. അപ്പോൾ അതെടുത്ത് ഒരു ഗ്ലാസ് എടുത്തിട്ട് വന്ന് കുടിച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ മുറ്റമൊക്കെ അടിച്ച് വരാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വിഷു എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇവിടുത്തെ ആഘോഷം എന്ന് പറയുമ്പോൾ. പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റും, എന്താ ഫുഡ് വെക്കൽ, കറികൾ വെക്കൽ, ഇതൊക്കെ തന്നെയല്ലേ. അത് ഞാൻ എടുത്തില്ല എന്നുള്ളൂ. അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ അവിടെ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ, എല്ലായിടത്തും സദ്യ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ അല്ലേ വിഷു എന്നൊക്കെ പറയും. പിന്നെ പടക്കം പൊട്ടിക്കൽ അത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ എടുത്തത് പിന്നെ രാത്രിയാണ് കേട്ടോ. രാത്രി ഇവിടെ ഒരേ വൈബായിരുന്നു കേട്ടോ, ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. ഞങ്ങൾ ബ്ലൂടൂത്തിൽ പാട്ടൊക്കെ വെച്ച്, ഞങ്ങൾ മാത്രമല്ല കേട്ടോ, തൊട്ടടുത്ത് ഞങ്ങളുടെ 4 പുറമുള്ള വീട്ടിൽ മൊത്തം പാട്ടായിരുന്നു കേട്ടോ. ഫുള്ളൊരു ഗാനമേളയായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അപ്പുറത്തെ വീട്ടിൽ 2 വീട്ടിൽ അങ്ങനെ കുറേ എല്ലായിടത്തും പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും പാട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ചെറിയൊരു ഇടിമിന്നലൊക്കെ ഉള്ള കാരണം ടി വി ഒന്നും വെക്കാൻ പറ്റുന്നില്ല. ടി വി ഒന്നും വെക്കേണ്ട പറഞ്ഞിട്ട് അമ്മമ്മ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പാട്ട് വെച്ചിട്ട് ഡാൻസൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാവരും പൊരിഞ്ഞ കളിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. വിഷു സ്പെഷ്യൽ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.